നിങ്ങളൊന്ന് നോക്കിക്കേ, 10-55 വയസ്സുണ്ട് ഈ തള്ളക്ക്. കിളട്ട് കളവി വയസ്സ് കാലത്ത് ഓരോ പരിപാടിയും കൊണ്ട് ഇറങ്ങിക്കാം. കുറെ എണ്ണ ഉണ്ട്, ഇങ്ങനെ കുറെ എണ്ണ ഉണ്ട്, കുയിലേക്ക് കാലം നീട്ടിയിരിക്കാരം. എന്നാൽ ഉടായ്പിന് ഒരു കുറവുണ്ടാവില്ല. അങ്ങനെ നോക്കിയാൽ ആ തള്ളക്കിന് എത്ര കാലം ഉണ്ടാവും? നിങ്ങൾ അതിന്റെ മോന്തം നോക്കിക്കേ, കണ്ടില്ല? അതിന്റെ മോന്തം ഉണ്ടല്ലേ നിങ്ങള്? വരട്ട കിളവി. രണ്ട് കുടുംബം തകർത്തപ്പം കിളവിക്ക് സമാധാനമായി കാണും. കണ്ടവന്റെ നക്കിയെ ജീവിക്കുന്ന എന്തത്ര വാശി? പണിയെടുത്ത് ജീവിച്ചൂടെ തള്ളേ? കണ്ടവന്റെ നക്കാനായി നടക്കണോ? സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൽ പണം തിരിമറി നടത്തിയെന്ന ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് 2 ജീവനക്കാരികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഒരാൾ മരിച്ചു. വെങ്ങാനൂർ സ്വദേശി അഞ്ജുവാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി ജസ്റ്റിന തോമസ് ചേരുകയാണ്. ജസ്റ്റിന, ഇവർക്കെതിരെ ഉയർന്ന ആരോപണത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? പിന്നീട് സംഭവിച്ചത് എന്താണ്? അനൂപ്, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം വെങ്ങാനൂരുണ്ടായ അതായത് സൂര്യ ഫിനാൻസ് എന്നുള്ള ഒരു സ്വർണ്ണ പണയ സ്ഥാപനമുണ്ട്. അതായത് ഈ സ്വർണം പണയത്തിനെടുക്കുകയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പണം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫിനാൻസ് സ്ഥാപനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുത്തെ 2 ജീവനക്കാരികളിൽ ഒരാളാണ് ഇപ്പോൾ ഈ മരിച്ച അഞ്ജു. കഴിഞ്ഞ 30-ാം തീയതി 2 ജീവനക്കാരികൾ, ഈ സ്ഥാപനത്തിലെ 2 ജീവനക്കാരികൾ എലിവിഷം കഴിക്കുകയായിരുന്നു. ഷാർജ ഷെയ്ക്കിൽ എലിവിഷം ചേർത്ത് കഴിച്ചു എന്നുള്ളതാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരാളുടെ മരണം ഇന്ന് സംഭവിക്കുകയാണ്. മറ്റൊരാൾ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുമുണ്ട്. അപ്പോൾ അതിന്റെ പിന്നാമ്പുറം അന്വേഷിച്ചപ്പോഴാണ് ഈ സ്ഥാപനത്തിൽ, ഈ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി ഉണ്ടായതായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നത്. പക്ഷേ ഇതൊന്നും തെളിയിക്കപ്പെടുകയോ അല്ലെങ്കിൽ പോലീസ് കേസായി വരികയോ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ജീവനക്കാരികൾക്ക്, 2 ജീവനക്കാരികൾക്കെതിരെയാണ് ആരോപണം ഉയർന്നത്. ആ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവര് ഈ ജീവൻ എടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് പരിസരവാസികളോടും മറ്റുമൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ജീവനക്കാരോടും ഒക്കെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ അഞ്ജുവിന്റെ മരണത്തിൽ. മറ്റൊരു ജീവനക്കാരി, ഈ സ്ഥാപനത്തിൽ തന്നെ മറ്റൊരു ജീവനക്കാരി അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുമുണ്ട്. 28 വയസ്സാണ് മരിച്ച അഞ്ജുവിന്റെ പ്രായം. ഈ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൽ നേരത്തെ തന്നെ ചില ഇതിന്റെ ഉടമയൊക്കെ അടക്കം ചില കേസുകളുമൊക്കെ ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും പോലീസിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം എല്ലാ കാര്യങ്ങൾക്കും ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇതിപ്പോ ഈ വാർത്തയിൽ ഇവർ പറയുന്ന 2 ജീവനക്കാർ വിഷം കഴിച്ചു മരിക്കാൻ ശ്രമിച്ചു, അതിലൊരാൾ മരിച്ചു എന്നാണ്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താന്ന് വെച്ചാൽ ഈ 2 പേരും ഇതിനോടകം തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇതെന്താ സംഭവം എന്നറിയോ? തിരുവനന്തപുരത്തുള്ള സൂര്യ ഫിനാൻസ് എന്ന ഒരു ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഈ മരണപ്പെട്ട അഞ്ജുവും ഐശ്വര്യയും. അങ്ങനെ ഏതോ ഒരു അവസരത്തിൽ അവിടെ ഈ സിന്ധുകുമാരി എന്ന ഇവർ പറ്റിക്കപ്പെട്ട ആ സ്ത്രീ വരികയും ഇവരെ പരിചയപ്പെടുകയും ചെയ്തു. പതിയെ ഈ സൗഹൃദം വലിയ രീതിയിലേക്ക് വളർന്നു. അഞ്ജുവിനെയും ഐശ്വര്യയെയും കാണാതെ സിന്ധുവിന് ഇരിക്കപ്പുറത്തില്ലാത്ത അവസ്ഥയായി. അത്രയേറെ ബന്ധം ഇവർക്കിടയിൽ വളർന്നു. തുടർന്ന് ഈ ബന്ധം വലിയ രീതിയിൽ വളർന്നതിന്റെ ശേഷം ഇവരെന്താ ചെയ്താറോ, ഇവർ ജോലി ചെയ്യുന്ന ഫിനാൻസ് സ്ഥാപനം ഉണ്ടല്ലോ, ഇവിടെ അവിടുത്തെ കസ്റ്റമർ കൊണ്ടുവന്ന് സാധനം വെക്കും, അതായത് പ്ലഡ് ചെയ്യും, ഗോൾഡ് പ്ലഡ് ചെയ്യും, എന്നിട്ട് പൈസ എടുക്കും. ഇതാണല്ലോ ഫിനാൻസ് സ്ഥാപനത്തിലെ ഒരു രീതി. ഈ പൈസ എടുക്കുന്ന സമയത്ത് ഈ കസ്റ്റമർ കൊണ്ടുവന്ന് വെച്ച ഗോൾഡ് ഉണ്ടല്ലോ, ഇത് ഇവരെടുത്തിട്ട് ഈ സ്ത്രീക്ക് കൊടുത്തു. അതായത് സിന്ധുകുമാരി എന്ന ഈ സ്ത്രീക്ക് കൊടുത്തു. ഈ സ്ത്രീ ഇടപാടുകാർ കൊണ്ടുവന്ന ഈ ഗോൾഡ് മറ്റൊരു ബാങ്കിൽ പണയം വെക്കും, എന്നിട്ട് പണം എടുക്കും. ആ പണം എടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു കമ്മീഷൻ എന്ന നിലക്ക് ഈ 2 പേർക്കും ഈ സ്ത്രീ കൊടുക്കാറുണ്ട്. അതാണ് ഇവരുടെ പ്രവർത്തന രീതി. 1-2 തവണ ഇവരിങ്ങനെ ചെയ്തു. അങ്ങനെ സൂര്യ ഫിനാൻസിലെ ഇടപാടുകാർ മടങ്ങി വന്ന് സ്വർണം തിരികെ എടുക്കാൻ നിന്നപ്പോൾ അവിടുന്ന് ആദ്യം പറയുക, കസ്റ്റമർ പണം അടച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരെ സ്വർണം തരാമെന്നാണ്. അത്തരത്തിൽ ഈ വിവരം സിന്ധുകുമാരിയെ ഈ 2 പെൺകുട്ടികൾ ഐശ്വര്യയും അഞ്ജുവും സിന്ധുകുമാരിയെ ഇൻഫോം ചെയ്യും. അതായത് കസ്റ്റമർ വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് ആ ഗോൾഡ് എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും ഇവരെവിടെന്നെങ്കിലും ഫിനാൻസ് ഒപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഈ ഗോൾഡ് തിരിച്ചെടുക്കും. അത്തരത്തിലൊരു ഇടപാടായിരുന്നു ഇവർക്കിടയിൽ നടന്നുകൊണ്ടിരുന്നത്. അതായത് ഞാനും നിങ്ങളൊക്കെ പണയം വെക്കാൻ സൂര്യ ഫിനാൻസിൽ കൊടുക്കുന്ന ഉരുപ്പടികൾ നമ്മുടെ സമ്മതമോ അറിവോ കൂടാതെ അവിടുത്തെ ജീവനക്കാർ അവരുടെ സുഹൃത്തിന് നൽകുന്നു. ആ സുഹൃത്ത് നമ്മുടെ ഉരുപ്പടികൾ എടുത്തിട്ട് മറ്റൊരു ബാങ്കിൽ പണയം വെക്കുന്നു. എന്നിട്ട് അതിന് ക്യാഷ് എടുത്തിട്ട് അതിൽ നിന്ന് നിശ്ചിത ശതമാനം കമ്മീഷൻ സൂര്യ ഫിനാൻസിൽ ജോലി ചെയ്യുന്ന ഈ 2 പെൺകുട്ടികൾക്ക് കൊടുക്കുന്നു. പിന്നീട് അവിടുത്തെ ഇടപാടുകാർ സ്വർണം തിരിച്ചെടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഇടപാടുകാരോട് ഇവർ പറയുന്നത് പിറ്റേ ദിവസം വന്നോളൂ, അപ്പോൾ ഉരുപ്പടി കിട്ടുമെന്നാണ്. അപ്പോഴേക്കും കസ്റ്റമർ ഇങ്ങനെ വന്നിട്ടുണ്ട്, സ്വർണം എടുക്കേണ്ടതുണ്ട് എന്നുള്ള വിവരം സിന്ധുകുമാരിയെ ഐശ്വര്യയും അഞ്ജുവും അറിയിക്കും. അപ്പോഴേക്കും സിന്ധുകുമാരി എവിടെന്നെങ്കിലും ഫിനാൻസ് ഒപ്പിച്ചിട്ട് ഈ പണയം വെച്ച നമ്മുടെ ഈ സ്വർണം ഉണ്ടല്ലോ, ഇത് തിരിച്ചെടുത്തു കൊടുക്കും.
ഇത്തരത്തിലൊരു രീതിയിലായിരുന്നു ഇവർ കുറെ കാലമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ സ്ഥാപനത്തിന്റെ ഉടമ അറിയാതെ 70 പവൻ സ്വർണമാണ് സിന്ധുകുമാരിക്ക് ഈ 2 കുട്ടികൾ അഞ്ജുവും ഐശ്വര്യയും നൽകിയത്. അങ്ങനെ 2 തവണ സിന്ധുകുമാരി പറഞ്ഞ വാക്ക് പാലിച്ചു. അതുകൊണ്ട് തന്നെ ഈ 2 പേർക്കും സ്ഥാപനത്തിലെ ജീവനക്കാരികളായ അഞ്ജുവിനും ഐശ്വര്യക്കും സിന്ധുകുമാരിയിൽ വല്ലാത്തൊരു വിശ്വാസം ഉണ്ടായി. എല്ലാ കള്ളന്മാരുടെയും പ്രധാന രീതി ഇത്തരത്തിൽ തന്നെയാണ്. ആദ്യം അവർ ചെയ്യുക നമ്മളിൽ ഒരു വിശ്വാസം നേടിയെടുക്കാനാണ്. സിന്ധുകുമാരി എന്ന പെരുങ്കുലിയെ സംബന്ധിച്ചിടത്തോളം അവൾ ആ കാര്യത്തിൽ വിജയിച്ചു. പിന്നീട് അവർ 70 പവനാണ് ഇവരോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ സ്ഥാപനത്തിന്റെ ഉടമ അറിയാതെ ഇവർ 70 പവൻ എടുത്ത് സിന്ധുകുമാരിക്ക് കൊടുക്കാണ്. സിന്ധുകുമാരി എന്താ ചെയ്താലോ, ഈ 70 പവൻ കൊണ്ടുപോയിട്ട് ഒരൊറ്റ വിക്കല്, എന്നിട്ട് പൈസ നേടിയിട്ട് സിന്ധുകുമാരി മകളുടെ അടുത്തേക്ക് അമേരിക്കയിലേക്ക് അങ്ങോട്ട് മുങ്ങി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സ്ഥാപനത്തിൽ ഉരുപ്പടികൾ പണയമായി വെച്ച ആളുകൾ പണം തിരിച്ചടച്ച് അവരുടെ ഉരുപ്പടികൾ തിരികെ വാങ്ങാൻ വന്നത്. ഈ സമയത്ത് അഞ്ജുവും ഐശ്വര്യയും കടുത്ത പ്രതിസന്ധിയിലായി. എന്ത് ചെയ്യും? 70 പവനാണ് സിന്ധുകുമാരി കൊണ്ടുപോയി വിറ്റ് അമേരിക്കയിലേക്ക് മുങ്ങിയത്. ഈ 70 പവന്റെയും ഉത്തരവാദിത്വം ഇപ്പോൾ അഞ്ജുവിനും ഐശ്വര്യക്കുമാണ്. കേവലം 32ഉം 28ഉം വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് സ്ത്രീകളാണ് ഇവര്. 70 പവന് ഇവര് എന്ത് ചെയ്യും? അങ്ങനെ ഇവര് തുടർന്ന് സിന്ധുകുമാരിയുമായി ബന്ധപ്പെടാണ്. സിന്ധുകുമാരി എന്താ ഇവരോട് പറഞ്ഞാലോ, നിങ്ങൾ എനിക്ക് സ്വർണം തന്നതിന് വല്ല തെളിവും ഉണ്ടോ എന്നാണ്. നിങ്ങളൊന്ന് ആലോചിക്ക്, വിശ്വാസം നേടിയെടുത്തിട്ട് 70 പവനും അടിച്ചു മാറ്റിയിട്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ എനിക്ക് സ്വർണം തന്നതിന് വല്ല തെളിവുണ്ടോ? ആ അവസരത്തിൽ ഇവര് അവരോട് പറയുന്നുണ്ട്, ചേച്ചി ഇത് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ഈ സിന്ധുകുമാരി എന്താ പറഞ്ഞാലോ, നിങ്ങൾ ജീവിച്ചെടുക്കണം വലിയ നിർബന്ധമൊന്നുമില്ല, അത്ര നിർബന്ധമാണ് അങ്ങോട്ട് പോയി ചാവാൻ. നിങ്ങളൊന്ന് ആലോചിക്കേ, അഞ്ജുവും ഐശ്വര്യയും തങ്ങൾ എല്ലാ വിധത്തിലും സിന്ധുകുമാരിയാൽ പറ്റിക്കപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ നിയമ നടപടികളിൽ നിന്നും കടുത്ത അപമാനത്തിൽ നിന്നും രക്ഷ നേടാൻ അവർ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു. അവരെന്താ ചെയ്താലോ, തൊട്ടടുത്ത കുളുപാറിൽ നിന്ന് ഷാർജ എത്തി അതിൽ എലിവശമിട്ട് 2 പേരും കുടിച്ചു. ചികിത്സയിലായിരിക്കെ ഇന്നലെ തന്നെ അഞ്ജു മരണപ്പെട്ടു, ഐശ്വര്യ ഇന്നും മരണപ്പെട്ടു. മരണപ്പെടുന്നതിന് മുമ്പ് ഇവര് വ്യക്തമായിട്ടുള്ള ആത്മഹത്യ കുറിപ്പൊക്കെ എഴുതിയിരുന്നു. അതിൽ സിന്ധുകുമാരിയുടെ പേരൊക്കെ പരാമർശിക്കപ്പെട്ടു. ഇതിനിടക്കാണ് അമേരിക്കയിൽ നിന്ന് സിന്ധുകുമാരി നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ വന്നപ്പോൾ സിന്ധുകുമാരിയെ പോലീസ് പിടിക്കുകയും ചെയ്തു. എന്തായാലും ആ രംഗം നമുക്കൊന്ന് കാണാം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഈ ഒരു സ്ത്രീനെ മനസ്സിലായോ? ഇതാണ് 55 വയസ്സുള്ള സിന്ധു എന്ന് പേരുള്ള ഒരു സ്ത്രീ. ഇവര് 2 യുവതികളുടെ മരണത്തിന് കാരണക്കാരിയായ കൊലപാതകിയാണ്. ഇവർ ഇത്രയും വലിയൊരു ക്രിമിനൽ, ചതി നടത്തുന്ന ഒരു സ്ത്രീ. ഒരു പോലീസിന്റെ കസ്റ്റഡിയിലായി. ഇവർ ചെയ്തതെന്നാരോ, തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ഫിനാൻസ് സ്ഥാപനമുണ്ട്. അവിടെ അഞ്ജു എന്നും ഐശ്വര്യ എന്നുള്ള 2 യുവതികൾ 2 ബ്രാഞ്ചുകളായിട്ട് ജോലി ചെയ്തിരുന്നു. ഇവരെ കയ്യിൽ നിന്ന് 2 പേരെ സുഹൃത്താണ്. ഈ സുഹൃത്ത് നടിച്ചിട്ട് ഈ സിന്ധു എന്നുള്ള ഈ ഒരു കാബാലിക കണ്ടില്ലേ, വണ്ടിയിലേക്ക് ഇരിക്കണ ഇരുത്തം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊരു പാവാന്നറിയോ. ഇവർ ചെയ്തത് ഒരു 70 പവൻ സ്വർണ്ണാഭരണം ഇവരിന്ന് വാങ്ങുമ്പോൾ അഞ്ജുവിനോടും ഐശ്വര്യയോടും പറഞ്ഞത്, ഇത് ഞാൻ വേഗം തിരിച്ചെടുക്കാം, ആരും അറിയില്ല. അവിടെ വേറെ ആരെയും ആളുകൾ ഇതിനു വേണ്ടി കൊടുത്തതാണ്, പണയം വെക്കാൻ വേണ്ടി കൊടുത്ത സ്വർണ്ണാഭരണങ്ങളാണ് ഇവർ വാങ്ങിയിട്ട് ഇത് തിരിച്ചു തരേണ്ട സമയത്ത് ഈ ഒരു സിന്ധു എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തില്ല. ഈ ഒരു സ്ത്രീ തിരിച്ചു കൊടുത്തില്ല. സ്വർണ്ണാഭരണം പണയം വെച്ച ആളുകൾ തങ്ങളുടെ സ്വർണ്ണാഭരണം തിരികെ ചോദിച്ചു വന്ന് നോക്കുമ്പോൾ അഞ്ജുവും ഐശ്വര്യയും അറിയിച്ചു. നിങ്ങളൊന്ന് നോക്കിക്കേ, 55 വയസ്സിന്റെ ഈ തള്ളക്ക് കിളട്ട് കളവി വയസ്സ് കാലത്ത് ഓരോ പരിപാടിയും കൊണ്ട് ഇറങ്ങിക്കാം. കുറെ എണ്ണുണ്ടെന്ന് ഇങ്ങനെ കുറെ എണ്ണുണ്ട്, കുയിലേക്ക് കാലം നീട്ടിയിരിക്കാരം. എന്നാൽ ഉടായ്പിന് ഒരു കുറവുണ്ടാവില്ല. അങ്ങനെ നോക്കിയാൽ തള്ളക്കിന് എത്ര കാലം ഉണ്ടാവും? നിങ്ങൾ അതിന്റെ മോന്തം നോക്കിക്കേ, കണ്ടില്ല? അതിന്റെ മോന്തണ്ടില്ലേ നിങ്ങള്? കരട്ട കിളവി 2 കുടുംബം തകർത്തപ്പോ കിളവിക്ക് സമാധാനമായി കാണും. കണ്ടവന്റെ നക്കിയെ ജീവിക്കുന്ന എന്തത്ര വാശി? പണിയെടുത്ത് ജീവിച്ചൂടെ തള്ളേ? കണ്ടവന്റെ നക്കാനായി നടക്കണോ? എന്തായാലും ഈ സംഭവത്തിന് ശേഷം വലിയ രീതിയിലുള്ള പല സംശയങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 2 പെൺകുട്ടികൾക്ക് ആ സ്ഥാപനത്തിൽ പണയം വെക്കുന്ന 70 പവൻ സ്വർണം എടുത്ത് തിരിമറി നടത്താൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അതും ഉടമയുടെ അറിവില്ലാതെ, ഇത് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ്. നമ്മളൊക്കെ പണയം വെക്കുന്ന സ്വർണത്തിന് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഈ സ്ഥാപനത്തിലെ സൂര്യ ഫിനാൻസ് എന്ന ഈ സ്ഥാപനത്തിന് ഗുരുതരമായ വീഴ്ചകൾ സുരക്ഷയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. തൊഴിൽപരമായ ഉത്തരവാദിത്തത്തെ മറന്നുകൊണ്ട് സൗഹൃദത്തിന് പ്രാധാന്യം കൊടുത്തതാണ് ഈ ദുരന്തത്തിന്റെ പ്രധാന കാരണം. പിന്നെ ആത്മഹത്യ ചെയ്ത ഈ 2 സ്ത്രീകളുണ്ടല്ലോ, ആത്മഹത്യ ചെയ്തു എന്ന് കരുതി അവർ ചെയ്ത തെണ്ടിത്തരം ഇല്ലാതാവുന്നില്ല. ഒരു ഉടമയുടെ, ആ സ്ഥാപനത്തിന്റെ ഉടമയുടെ അധ്വാനവും വിശ്വാസവും
ഇവർ പൂർണ്ണമായും തകർത്തു എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അത്തരം വലിയൊരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടലാണ് അവരുടെ ഈ മരണം കൊണ്ട് മരണപ്പെട്ടു എന്ന് കരുതി ഇവർ വിശുദ്ധരൊന്നാവുന്നില്ല. ഈ സിന്ധുകുമാരി എന്ന സ്ത്രീ ചെയ്ത ദണ്ഡിത്തരത്തിൽ ചെറുതല്ലാത്തൊരു പങ്ക് ഈ മരണപ്പെട്ട ആളുകൾക്കുണ്ട്. നമുക്കത് നിഷേധിക്കാൻ പറ്റുമോ? മരണപ്പെട്ടു പോയി എന്ന് കരുതി അവരെ വർണ്ണിക്കാനൊന്നും പറ്റില്ല. അവർ ചെയ്തതും ക്രിമിനൽ ആക്ടിവിറ്റി തന്നെയാണ്. ഈ സ്വർണം പണയം വെക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ വലിയൊരു ശതമാനം ആളുകൾ ചെയ്യുന്ന പരിപാടിയാണ്. ഇത്തരം ഏർപ്പാടിന് പോകുമ്പോൾ ആദ്യം കസ്റ്റമർ എന്ന നിലയ്ക്ക് നമ്മളൊക്കെ പരിശോധിക്കേണ്ട കാര്യം എന്താ പറയുക, നമ്മളൊരു ഉരുപ്പടി പണയം വെക്കുമ്പോൾ ലഭിക്കുന്ന രേഖകളുണ്ടല്ലോ, അതായത് റെസിപ്റ്റ്, അത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കണം. അതുപോലെ തന്നെ ഫിനാൻസിൽ പോകുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ ലൈസൻസും വിശ്വാസതയും പരിശോധിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് ആരും തന്നെ ഒഴിഞ്ഞു മാറരുത്. ജീവനക്കാരുടെ ഇത്തരം സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രലോഭനങ്ങളിൽ വീഴാതെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഫിനാൻസ് പോലെ ഇത്തരം ഉരുപ്പടി പോലുള്ള എല്ലാ കാര്യങ്ങളും ഔദ്യോഗികമായിട്ടുള്ള വഴിയിലൂടെ മാത്രമേ ചെയ്യാവൂ. സാർ, മാഡം എന്നൊക്കെ വിളിച്ച് സോപ്പിടാൻ കുറെ ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പോയത് നമുക്ക് മാത്രമാണ്. സാറേ, മാഡം എന്ന് വിളിച്ചാൽ ഒരാളുണ്ടാവില്ല നമ്മളെ പിന്നാലെ. അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഏത് സ്ഥാപനമാട്ടെ, കമ്മീഷൻ അല്ലെങ്കിൽ പ്രത്യേകം ചില വാഗ്ദാനങ്ങളൊക്കെ നൽകുന്ന ചില കമ്പനികളുണ്ടല്ലോ, അവരെ നല്ലവണ്ണം സൂക്ഷിക്കണം. ട്രിവാൻഡ്രം സൂര്യ ഫിനാൻസിൽ നടന്ന ഈ സംഭവം അന്ധമായ സൗഹൃദവും തൊഴിൽപരമായിട്ടുള്ള അവിവേകവും ഒരു വ്യക്തിയുടെയും ഒരു സ്ഥാപനത്തിന്റെയും ജീവിതം എങ്ങനെ തകർക്കുന്നു എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ്. മരണപ്പെട്ടു എന്ന് കരുതി അവർ ചെയ്ത കൊടും വഞ്ചന അതിന് നമുക്ക് ഒളിപ്പിച്ചു വെക്കേണ്ടയോ മറച്ചു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ ചെയ്തത് കൊടും വഞ്ചന തന്നെയാണ് സ്ഥാപനത്തോടും ആ സ്ഥാപനത്തിലെ ഇടപാടുകാരോടും. ഇത്തരം തട്ടിപ്പുകൾ ഇനി ഇല്ലാതിരിക്കാൻ ജീവനക്കാരുടെ ഉത്തരവാദിത്വവും ഉടമസ്ഥരുടെ കർശനമായിട്ടുള്ള മേൽനോട്ടവും അത്യന്താപേക്ഷിതമാണ്. ഈ കേസിനെ കുറിച്ച് നോക്കുമ്പോൾ ഈ തള്ളുണ്ടല്ലോ, ഈ വാസിറ്റി ഈ തള്ള ഇത്തരത്തിൽ പല ഇടപാടും നടത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇവർക്ക് ഇങ്ങനത്തെ ഹിസ്റ്ററികളുണ്ട്. സ്ഥാപനത്തിൽ ഇങ്ങനെ രണ്ട് ബുദ്ധിയില്ലാത്ത കുട്ടികളായതുകൊണ്ട് അവരെ പറ്റിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇത്രയേറെ തട്ടിപ്പുകൾ നടത്തിയിട്ടും പിന്നെയും ഇവർ തട്ടിപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങണമെന്ന്. കണ്ടവൻ്റെ മക്കിയായി ജീവിക്കുന്നു. ഇവർക്കൊക്കെ എന്താ വാശി? അവൾക്ക് 19 വയസ്സാണെങ്കിൽ അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ. ഒരു ജോലി ഇല്ലെങ്കിലും വല്ല വീട്ടു ജോലിക്കോ അല്ലെങ്കിൽ അങ്ങാടി കൂടെ നടന്നാണ്ട് ഈ പാട്ട വർക്ക് ആക്രിക്കടയിലൊക്കെ കൊടുക്കൂലേ? അതൊന്നും മോശപ്പെട്ട പണിയല്ല, അധ്വാനിച്ചില്ല എന്നാണ്. അതൊക്കെ ചെയ്തൂടെ? അത്യാവശ്യം തടിമണ്ണൊക്കെ ഉണ്ടല്ലോ തള്ളക്ക്. എന്തായാലും ഇടപാടുകാർ എന്ന സ്ഥിതിക്ക് നമ്മുടെ നാട്ടിലെ മിക്കവാറും ആളുകൾ ഇത്തരം പണയ സ്ഥാപനങ്ങളെ ആശ്രയിക്കാറുണ്ട് എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, വളരെ അധികം ജാഗ്രത പാലിക്കുക. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മുതലെടുക്കാൻ നടക്കുന്ന വയസ്സായതും വയസ്സാവാത്തതും ചെറുപ്പക്കാരികളുമായിട്ടുള്ള നിരവധി മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ കാലത്തേക്ക് വിട പറയുന്നു.